നമസ്കാരം. മിഡിൽ ഈസ്റ്റിൽ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്തകളെന്ന് നോക്കാം. ആദ്യമായിട്ട് പോകേണ്ടത് ഇസ്രയേലിലേക്ക് തന്നെയാണ്. ഇസ്രയേൽ ഇപ്പോൾ പുതിയൊരു പദ്ധതിയുമായിട്ട് വന്നിരിക്കുകയാണ്. അതായത് അവർ പറയുന്നത് ഗസയിലെ ജനങ്ങളെ സൊമാലിയൻ ലാൻഡ് എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ട്, ആ ഒരു പ്രദേശത്തേക്ക് മാറ്റാനായി അവർക്ക് പദ്ധതി ഉണ്ട് എന്ന രീതിയിലാണ് ഇപ്പോൾ വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. മറ്റൊരു വാർത്ത വരുന്നത് ഇസ്രയേലിന് ഇപ്പോൾ ഒരു തിരിച്ചടി കിട്ടിയിരിക്കുകയാണ്. അതായത് ഗസയിൽ ഏകദേശം 4ഓളം IDF സോൾജേഴ്സ് ഇപ്പോൾ കൊല്ലപ്പെട്ടു എന്ന രീതിയിലാണ് ഒരു വാർത്ത പുറത്തു വരുന്നത്. അതുപോലെ തന്നെ ഇറാനെക്കുറിച്ച് ഇസ്രയേലിനെ സംബന്ധിച്ച് ഞെട്ടിക്കുന്ന ഒരു വെളിപ്പെടുത്തലുമായിട്ട് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് ഇസ്രയേലിന്റെ തന്നെ ഡിഫൻസ് ആൻഡ് സെക്യൂരിറ്റി ഫോം CEO തന്നെയാണ് ഇപ്പോൾ തൻ്റെ പ്രസ്താവനയിലൂടെ ഇറാനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുന്നത്. നമുക്ക് ആദ്യത്തെ റിപ്പോർട്ട് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ പാലസ്തീനികളെ അവിടെ നിന്ന് മാറ്റി സൊമാലിയൻ ലാൻഡിലേക്ക് മാറ്റാനായിട്ടുള്ള ഒരു പദ്ധതി ഇസ്രയേൽ രൂപീകരിക്കുന്നുണ്ട് എന്നാണ് വിവിധ പത്രമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഗസയിൽ യുദ്ധം തുടരുന്നതിനിടെ ഇസ്രയേലി സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് നിരവധി ആശയങ്ങളാണ് ഇപ്പോൾ ഇതുപോലെ മുമ്പോട്ട് വരുന്നത്. അതിൽ ഒന്നാണ് ഇപ്പോൾ ഗസയിലുള്ള ജനങ്ങളെ അവിടെ നിന്ന് മാറ്റി ഈ ഒരു സൊമാലിയൻ ലാൻഡിലേക്ക് അങ്ങോട്ടേക്ക് കൊണ്ടെത്തിക്കുക എന്നുള്ള ഒരു ആശയം ഇപ്പോൾ ഇസ്രയേൽ രൂപീകരിക്കുന്നത്. ഈ സൊമാലിയൻ ലാൻഡ് എന്ന് പറയുന്നത് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലുള്ള ഒരു പ്രഖ്യാപിത സ്വതന്ത്ര പ്രദേശമാണ്. അതായത് ഈ ഒരു സൊമാലി ലാൻഡിൽ നിന്ന് ഇസ്രയേലിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് ഏകദേശം ഒരു 2500 കിലോമീറ്ററോളം ദൂരപരിധിയുണ്ട്. അത്രയും ദൂരത്താണ് ഇസ്രയേൽ പറയുന്ന ഈ ഒരു സൊമാലി ലാൻഡ്. അപ്പോൾ അവിടേക്കാണ് ഇസ്രയേൽ പദ്ധതി ഇടുന്നത്. അതായത് ഈ ഒരു ആൾക്കാരെ മൊത്തം അങ്ങോട്ടേക്ക് മാറ്റി താമസിപ്പിക്കാം എന്ന രീതിയിലൊക്കെയാണ് ഇപ്പോൾ ഇസ്രയേൽ പദ്ധതി ഇടുന്നത്. എന്നാൽ ഭൂരിപക്ഷ രാജ്യങ്ങളും ഇത്തരമൊരു ആശയത്തെ അംഗീകരിക്കുന്നില്ല. അവിടെയുള്ള ജനങ്ങളും പിന്നീട് വിദഗ്ധരും പറയുന്നത് ഇങ്ങനെ ഒരു ബലമായി പാലസ്തീനികളെ അവിടെ നിന്ന് മാറ്റാനായി ശ്രമിച്ചാൽ അതൊരു മനുഷ്യാവകാശ ലംഘനമായിരിക്കും. അതുപോലെ തന്നെ ഇത് എത്ര കണ്ട് പ്രാക്ടിക്കലി, അതായത് ഈ പറയുമ്പോൾ ഒരാശയം എന്ന രീതിയിൽ ഇസ്രയേൽ അവതരിപ്പിക്കുന്നു എങ്കിൽ കൂടിയും ഇത് പ്രാക്ടിക്കലി നടത്തിയെടുക്കുക എന്നുള്ളത് വളരെയധികം ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു കാര്യമാണ് എന്നാണ് ഇതിനെ സംബന്ധിച്ച് വിദഗ്ധർ പറയുന്നത്. പാലസ്തീനിയൻ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം അത് അവരുടെ സ്വന്തം നാട്ടിൽ തന്നെയാണ് അതിനുള്ള പരിഹാരം കാണേണ്ടത്. അവരെ മറ്റൊരു പ്രദേശത്തേക്ക് കൊണ്ടെത്തിക്കുന്നത് ശരിയായ ഒരു നടപടിയല്ല. ഇനിയിപ്പോൾ ഇസ്രയേൽ കണ്ടെത്തിയിരിക്കുന്ന, ഇസ്രയേൽ പറയുന്ന ഈ ഒരു സൊമാലി ലാൻഡിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാം. ഈ ഒരു മാപ്പിൽ കാണിച്ചിരിക്കുന്ന ഈ ഒരു പ്രദേശമാണ് ഈ സൊമാലി ലാൻഡ് എന്നറിയപ്പെടുന്നത്. സ്വന്തം ഭരണകൂടം, സ്വന്തം പാർലമെന്റ്, സ്വന്തം കറൻസി ഇവയെല്ലാം ഉണ്ട് എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു രാജ്യമാണ് ഈ സൊമാലി ലാൻഡ് എന്ന് പറയുന്നത്. പക്ഷേ ഐക്യരാഷ്ട്രസഭയോ മറ്റേതെങ്കിലും വലിയ രാജ്യമോ ഈ ഒരു പ്രദേശത്തെ ഒരു സ്വതന്ത്ര രാജ്യമായിട്ട് അംഗീകരിച്ചിട്ടില്ല. മറ്റൊരു വാർത്ത വരുന്നത് ഇസ്രയേലിൽ നിന്ന് തന്നെയാണ്. ഇസ്രയേലിന്റെ തന്നെ 4 IDF സോൾജേഴ്സ് ഇപ്പോൾ കൊല്ലപ്പെട്ടു എന്ന രീതിയിലാണ് വാർത്തകൾ പുറത്തു വരുന്നത്. ഗസയിൽ വെച്ചാണ് ഈ 4 സൈനികരും കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് ടൈംസ് ഓഫ് ഇസ്രയേൽ ആണ് ഇത് സംബന്ധിച്ചുള്ള വാർത്ത കൊടുത്തിരിക്കുന്നത്. ഇസ്രയേലി സൈന്യത്തിന്റെ കണക്കനുസരിച്ച് പുലർച്ചെ 6 മണിയോടുകൂടിയാണ് ഇത്തരം ഒരു ആക്രമണം IDF സോൾജേഴ്സ് നേരിട്ടത്. ഈ ഒരു ആക്രമണം ഇസ്രയേലിനെ സംബന്ധിച്ച് കനത്തൊരു തിരിച്ചടിയായിട്ട് തന്നെ കണക്കാക്കാൻ സാധിക്കും. കാരണം കനത്ത ആൾനാശമാണ് ഇതിലൂടെ ഇസ്രയേലിന് സംഭവിച്ചിരിക്കുന്നത്. അതിനാൽ തന്നെ തീർച്ചയായിട്ടും ഇസ്രയേലിനെ സംബന്ധിച്ച് ഇതൊരു തിരിച്ചടിയായിട്ട് തന്നെയാണ് വിലയിരുത്തലുകൾ വരുന്നത്. മറ്റൊരു വാർത്ത വരുന്നത് ഇസ്രയേൽ ഇറാൻ യുദ്ധത്തിൽ ഇസ്രയേലിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ തലവേദന എന്ന് പറയുന്നത് ഇറാനിൽ നിന്നുള്ള ബാലസ്റ്റിക് മിസൈലുകളായിരുന്നു. ഇസ്രയേലിന്റെ തന്നെ സെക്യൂരിറ്റി ആൻഡ് ഡിഫൻസ് ഫോം CEO ആയിട്ടുള്ള യാരോൺ പറയുന്ന ഒരു കാര്യമാണ് ഇസ്രയേൽ ഗസയിൽ ആക്രമണം തുടർന്ന ഇറാനിൽ നിന്ന് കൂടുതൽ ആക്രമണങ്ങൾ പ്രതീക്ഷിക്കണമെന്നാണ് ഇദ്ദേഹം അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ ഇസ്രയേലിന് ആക്രമിക്കാൻ സാധിച്ചു എങ്കിൽ കൂടിയും ഇറാനിൽ നിന്നുള്ള ഭീഷണി അത് മാറിയിട്ടില്ല എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത്. അദ്ദേഹം പറയുന്നത് ഇറാനിലെ ബാലസ്റ്റിക് മിസൈൽ ഫെസിലിറ്റികൾക്ക്, അത്തരം ഫെസിലിറ്റികൾക്ക് നാശനഷ്ടം വരുത്താനായി ഇസ്രയേലിന് കഴിഞ്ഞിട്ടില്ല. യമനിലുള്ള ഇറാന്റെ പ്രോക്സികൾക്കും കാര്യമായ നാശനഷ്ടം വരുത്താൻ ഇസ്രയേലിന് കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് ഇസ്രയേലിന്റെ തന്നെ സെക്യൂരിറ്റി ഡിഫൻസ് ഫോമിന്റെ CEO തന്നെയാണ് ഈ ഒരു അഭിപ്രായ പ്രകടനങ്ങളെല്ലാം തന്നെ നടത്തുന്നത്. യമനിൽ നിന്ന് ഇസ്രയേലിലേക്ക് വരുന്ന ആക്രമണങ്ങൾക്കെല്ലാം തന്നെ അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ചാലകശക്തി ഇറാനാണ് എന്നാണ് ഇദ്ദേഹം അഭിപ്രായപ്പെടുന്നത്. അതായത് മറ്റ് രാജ്യങ്ങളെപ്പോലെ ഇറാനെ നിസ്സാരമായി കാണാൻ കഴിയില്ല, ഒരിക്കലും കാണാൻ കഴിയില്ല എന്ന് വ്യക്തമാക്കുകയാണ് ഈ ഒരു പ്രസ്താവനയിലൂടെ അദ്ദേഹം ചെയ്തിരിക്കുന്നത്.